പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടോ. നമ്മൾ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ രാവിലെ തന്നെ നമുക്കിന്ന് നൂൽപുട്ടൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇഡ്ഡലിൻ്റെ തട്ടുണ്ടല്ലോ, അതിൽ ഓരോന്നായിട്ട് ചെറുതാക്കി ചുട്ടെടുക്കാതെ ഒന്നാകെ അങ്ങോട്ട് പരത്തി കണ്ടാണ്ട് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നേരം പിന്നെ ഇങ്ങനെ ചുട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല ചുടുവെള്ളമൊക്കെ പാർന്ന് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമായിരുന്നു. അപ്പോൾ കണ്ടില്ല, അത്യാവശ്യം വലുതാക്കിയിട്ട് തന്നെ ഉണ്ട് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്ന് തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറൊക്കെ നിറയും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വട്ടം തന്നെ സെവനാരിക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു തട്ട് ചുറ്റി കൊടുക്കുക, അത് വെച്ചെടുക്കുക. മറ്റേ തട്ട് ചുറ്റിയെടുക്കുമ്പോഴത്തേന് അത് വെന്തിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തീർന്നിട്ടോ. അപ്പോൾ മോന് പറഞ്ഞ് ഓനക്ക് തേങ്ങാപ്പാൽ വേണമെന്ന്. അപ്പോൾ രണ്ടാൾക്ക് ഇവിടെ ചെറുപയർ കറി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കുറച്ച് ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, തേങ്ങാപ്പാലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അതാ ചെറുപയർ കൂട്ടിയിട്ട് അധികം കഴിക്കുകയാണ്. അപ്പോൾ എനിക്ക് തേങ്ങാപ്പാലാണെങ്കിലും ചെറുപയർ കറി ആണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ മോളിനോട് ഞാൻ പറഞ്ഞ് ഈ തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു. ഓൾ ഇവിടെ ഇത് കുഴച്ചിട്ടും കണ്ടൊക്കെ പിന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അവസ്ഥ ഉണ്ടായതൊക്കെ ഒന്ന് ഒക്കെ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആ വീഡിയോയിലുള്ള ഓരോ റെസിപ്പികളൊക്കെ കാണിക്കുമ്പോൾ പിന്നെ അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കൂട്ടുകാരായിട്ടും കുടുംബക്കാരൊക്കെ ആയിട്ട് ചാനലിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഇപ്പോഴും പൈസ റവന്യൂ കിട്ടിയിട്ടില്ല അങ്ങനെ എന്നൊക്കെ അങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്കുണ്ടായ അവസ്ഥ അനുഭവമൊക്കെ കുറച്ച് പറയാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാശ് കിട്ടിയെന്നും എല്ലാ കാര്യങ്ങളും വേറൊരു വീഡിയോയിൽ പറയണ്ട കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കൊക്കെയുള്ള പരിപാടിയാണ് ഇട്ടത്. അപ്പോൾ ചോറ് നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് ചെറുതായിട്ടൊക്കെ ഓരോ മഴ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇന്നലെയൊക്കെ അത്യാവശ്യം മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിണറ്റിലൊക്കെ ഒരുവിധം വെള്ളമൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു 2 മഴയും കൂടി പെയ്താലൊക്കെ ഉള്ള ഉഷാറായിട്ട് കിട്ടുമ്പോൾ കുറേശ്ശൊക്കെ തന്നെ ഇപ്പോൾ കിട്ടുന്നുള്ളൂ വെള്ളം. അപ്പോൾ ഇത് നമ്മൾ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ കറി ഇന്ന് മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് മാങ്ങ ഇട്ടുകാണ്ട് കറി ഉണ്ടാക്കുകയാണ്. പിന്നെ ഉച്ചക്ക് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും പിന്നെ എടുത്തിട്ടില്ല. ഇതിൽ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഓരോ ബുദ്ധിമുട്ട് ആരെങ്കിലുമൊക്കെ ഫോൺ വിളിക്കുക എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എടുക്കും, അതാണ് കേട്ടോ. അപ്പോൾ മീൻ മുളക് കറി ഉണ്ടാക്കിയാണ്, മാങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള മുളക് കറിയാണ്. അപ്പോൾ ഉള്ളി നമ്മൾ ഉലുവൊക്കെ പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിതാ സവാളി വന്നതിന് ശേഷം തക്കാളിയൊക്കെ ഇട്ട് അതിക്കൊന്ന് തക്കാളി വഴഞ്ഞ് വന്നതിന് ശേഷം അതിക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി കുറച്ച് മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇതാ ചുടുവെള്ളം ഒഴിച്ചൊന്നും ഇങ്ങോട്ട് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ പാകാക്കിയതിന് ശേഷം നമുക്കിന്ന് മാങ്ങ ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മാങ്ങ ഇട്ടിട്ടുള്ള കറി ഉണ്ടാക്കണതൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അതന്നെ ചിലപ്പോൾ നമ്മൾ വീഡിയോയിൽ ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഉപകാരമാവുമല്ലോ ഇതിലെ ചില സമയത്ത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്നും കണ്ട് വീഡിയോ കാണിക്കാൻ കേട്ടോ. ചില സമയത്തൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഏറെ ദിവസങ്ങളിൽ ഇതുപോലെ മുളക് കറിയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല ചുവപ്പ് കറിയാണ് കേട്ടോ. അപ്പോൾ എരിവൊന്നുമില്ല, കാശ്മീരി മുളക് പൊടിയായ കാരണം നല്ല രസമാണല്ലോ. ഇതുപോലെ പച്ചമാങ്ങ ഉണ്ടാകുമ്പോൾ ഞാനിതുപോലെ മാങ്ങ ഇട്ടിട്ട് കറി വെക്കും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പുളിയൊക്കെ വെച്ചിട്ട് തന്നെ കറി വെക്കുക. അപ്പോൾ അതിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുളക് കറിയൊക്കെ ഉഷാറായിട്ട് വെച്ചിട്ടോ. പിന്നെ നമുക്ക് ഒരു ചക്കൻ്റെ കഷ്ണം കിട്ടിയിരുന്നു. അപ്പോൾ അത് ഞാനിത് അവിടെ ചെറിയ നമ്മളെ മൺചട്ടി ഉണ്ടല്ലോ, അതിൽ ഒക്കെ മുറിച്ചിട്ട് കണ്ട് അതിൻ്റെ കുരും ചുളയൊക്കെ മുറിച്ചിട്ട് കണ്ട് അടുപ്പത്ത് വെച്ചിരുന്നു. അതിൽ വെള്ളമൊക്കെ പാകത്തിന് വെച്ചെടുത്തിട്ട് അപ്പോൾ ഇതാ ചക്കൊക്കെ എല്ലാം ഉഷാറായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒക്കെ അരച്ച് വയ്ക്കാനുള്ളതാണ്. അപ്പോൾ മൺചട്ടിയായ കാരണം വല്ലാതെ അങ്ങോട്ട് കുത്തി കിടക്കണമൊന്നുമില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മൂട് ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ അടുപ്പൊക്കെ ഒന്ന് കിണത്തിട്ട് കുറച്ച് കത്താനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ഗ്യാസുമേലാണല്ലോ എല്ലാ സാധനങ്ങളും വെക്കുന്നത്. അപ്പോൾ അടുപ്പ് കത്തിക്കണത് ചോറ് വെക്കാൻ മാത്രമേ കേട്ടോ അടുപ്പ് കത്തിക്കണുള്ളൂ. അപ്പോൾ വീടിന് വലിയ പ്രശ്നമില്ല, ചോരിനൊന്നുമില്ല കേട്ടോ. നമുക്ക് വീടിൻ്റെ മുകളിലൊക്കെ ദാർപ്പായി 2-3 ദാർപ്പായി എല്ലായിടത്തും ഇട്ടിക്കണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട് മഴ പെയ്തപ്പോഴൊന്നും വലിയ ചോരിനൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് കുറച്ച് ദിവസം മുമ്പ് നല്ലൊരു മഴ ഉണ്ടായപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോർന്നിന്ന്.
പിന്നെ ഒരു ദാർപ്പായും കൂടിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളെ ചക്ക അതാ വെന്തുടഞ്ഞിട്ട് അല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാം പൊടിയുള്ള ചക്കയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങയ്ക്ക് ചെറിയ ജീരകവും ചെറിയ ഉള്ളി അതുപോലെ വെളുത്തുള്ളി കറിവേപ്പില ഒക്കെ ചേർത്തുകൊണ്ട് ഇങ്ങോട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ ഈ ചക്കൻ്റെ കുരുവൊക്കെ ഉണ്ടല്ലോ നല്ല പൊടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയ പാടന്നെ നമ്മൾ ചൂട് കൊടുക്കാനെ കുറച്ച് കഴിച്ചിട്ടാണ്. പിന്നെ അല്ലേ ചോറൊക്കെയെന്ന് വിചാരിച്ചിട്ട് ആദ്യമൊക്കെ ചക്ക കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. പച്ച ചക്ക നല്ല ഇഷ്ടമാണ്. പഴുത്തതിനെക്കാട്ടും ഇഷ്ടമാണ് കേട്ടോ പച്ച ചക്ക. അപ്പോൾ പച്ച ചക്ക കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിതുപോലെ എത്ര ടൈമില്ലെങ്കിലും ഉപ്പേരി ഉണ്ടാക്കും. പിന്നെ നമ്മൾ ചോറ് കഴിക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് വൈകുന്നേരം ചായ കുടിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ മഴക്കാറും ഇതൊക്കെ ആയിട്ട് വല്ല ചൂടൊന്നുമില്ല. അപ്പോൾ അതാ ചായ ഒക്കെ ഉണ്ടാക്കിയെന്ന്. പിന്നെ പഴുത്തിരുന്നത് പഴംപൊരി അല്ല പഴം ഉണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയെന്ന് ചെറിയ കഷ്ണമൊക്കെ ആക്കിയിട്ട് നുറുക്കിയെടുത്തിട്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ നമ്മൾ പഴംപൊരിയൊക്കെ ചുട്ടെടുത്ത് അടിപൊളിയായിട്ടാണ്. അപ്പം എൻ്റെ മോളിതാ ഇവിടെ കുപ്പായൊന്നും ഇടാതിരിക്കുകയാണ്. അപ്പോൾ അത് കഴിച്ചോന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ടാന്നൊക്കെ ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ അവസ്ഥ ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാൻ കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇനി ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.